കൊറോണ വൈറസ് ലോകം മുഴുവൻ പടർന്നു വ്യാപിച്ചിരുന്ന കാലം. കൊറോണ വൈറസിൽ നിന്നും രക്ഷപ്പെടാനും അതിൻ്റെ വ്യാപനം തടയുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ 21 ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു. 3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കേണ്ടിയിരുന്ന ലോക്ക്ഡൗൺ വീണ്ടും നീണ്ടുപോയിരുന്നു. ഓഫീസിൽ പോയിരുന്നവരെല്ലാം വർക്ക് ഫ്രം ഹോമിലേക്കായി. പക്ഷേ കൂലിവേലയ്ക്ക് പോയിരുന്നവർ, കടകൾ നടത്തി ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നവർ, എന്നിങ്ങനെയുള്ളവർ ലോക്ക്ഡൗണിൽ വരുമാനം ഒട്ടും തന്നെ ഇല്ലാതെ കഷ്ടപ്പെട്ടു. ഈ ഒരു സിറ്റുവേഷൻ വഷളായപ്പോൾ മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് സമയ നിയന്ത്രണത്തോടെ കടകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകി. രാത്രി 8 മണി വരെയായിരുന്നു കടകൾ തുറക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 8 മണിക്കും കടകൾ അടയ്ക്കാത്തവരെ പെട്രോളിങ്ങിനിറങ്ങുന്ന പോലീസ് കടകൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ സാത്താംകുളം ടൗണിൽ നിന്നുള്ള ഈ CCTV ദൃശ്യങ്ങൾ രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഒരു ഭയാനകരമായ കുറ്റകൃത്യത്തിന് തൊട്ടു മുമ്പുള്ളതാണ്. 2020 ജൂൺ 19 ദൃശ്യങ്ങളാണിത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് അന്ന് രാത്രി 8 മണിക്ക് ശേഷം ലോക്ക്ഡൗൺ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. സ്ക്രീനിൽ നിങ്ങൾ ഈ കാണുന്ന CCTV ദൃശ്യങ്ങളുടെ സമയം രാത്രി 9:42 ആണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ആ CCTV സ്ഥാപിച്ചിരിക്കുന്ന കടയുടമയുടെ അഭിപ്രായത്തിൽ CCTVയിലെ സമയം യഥാർത്ഥ സമയത്തേക്കാൾ 1 മണിക്കൂർ 40 മിനിറ്റ് മുന്നിട്ടായിരുന്നു. അതായത് അപ്പോൾ യഥാർത്ഥ സമയം രാത്രി 8:02 ആയിരുന്നു. കർഫ്യൂ തുടങ്ങിയിട്ട് വെറും 2 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ദൃശ്യങ്ങളിൽ വെളുത്ത ഷർട്ട് ധരിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് 59-കാരനായ ജയരാജ്. മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് അദ്ദേഹം തൻ്റെ കടയുടെ പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റിന് ശേഷം 2 പോലീസുകാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും ഏകദേശം 1 മിനിറ്റോളം ജയരാജുമായി സംസാരിച്ച ശേഷം തിരികെ പോവുകയും ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു പതിവ് പരിശോധന പോലെയാണ് തോന്നുന്നത്. ഇതിനുശേഷം ജയരാജ് തൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ഫോണിൽ ആരോടോ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഏകദേശം 1.5 മിനിറ്റുകൾക്ക് ശേഷം കുറേ നേരമായി റോഡിൽ നിർത്തിയിട്ടിരുന്ന ആ പോലീസ് വാഹനത്തിന് അടുത്തേക്ക് അദ്ദേഹം തന്നെ നടന്നു പോകുന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് അനുസരിച്ച് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കാഴ്ചയിൽ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ അവിടെ നിന്നാണ് കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങിയത്. 1.5 മിനിറ്റിന് ശേഷം തുടക്കം മുതലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഓട്ടോ ഡ്രൈവർ പാണ്ഡി ജയരാജിൻ്റെ കടക്കുള്ളിലേക്ക് കയറുകയും ജയരാജും പോലീസും തമ്മിൽ എന്തോ വാക്ക് തർക്കം നടക്കുകയാണെന്ന് ജയരാജിൻ്റെ മകനായ ബെന്നിക്സിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ തർക്കവും ബഹളവും കലശലാകുന്നു. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ എല്ലാവരും കടയ്ക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴാണ് ജയരാജിൻ്റെ മകൻ 31 വയസ്സുള്ള ബെന്നിക്സ് കടയ്ക്ക് പുറത്തിറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് ആ പോലീസ് വാഹനത്തിന് നേരെ പോകുന്നത്. ബെന്നിക്സിൻ്റെ സുഹൃത്തായ രാജാറാമും പിന്നാലെ പോയി. ഏകദേശം 1 മിനിറ്റിന് ശേഷം ബെന്നിക്സും രാജാറാമും തിരികെ കടയിലേക്ക് വരുന്നു. എന്നാൽ ജയരാജ് അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. കാരണം പോലീസ് അദ്ദേഹത്തെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയിരുന്നു. സ്വന്തം മകൻ്റെ കൺമുന്നിൽ വച്ച് പിതാവിനെ പോലീസ് ബലമായി കൊണ്ടുപോകുന്നത് ഏതൊരു മകനെയും അസ്വസ്ഥനാക്കും. അതിനാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ബെന്നിക്സും മറ്റു സുഹൃത്തുക്കളും ഈ വിവരം ഫോണിലൂടെ വീട്ടുകാരെ അറിയിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ബെന്നിക്സ് തൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൽ സാത്താംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കുന്നു. അവിടെ എത്തിയ ബെന്നിക്സ് കാണുന്നത് സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ തൻ്റെ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ്. ഉടൻ തന്നെ ഇതിൽ ഇടപെട്ട ബെന്നിക്സ് കാരണമില്ലാതെ അച്ഛനെ ഉപദ്രവിക്കുന്നത് തടയുകയും അദ്ദേഹത്തെ വിട്ടയക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ബെന്നിക്സിൻ്റെ ഈ ഇടപെടൽ തങ്ങളുടെ ഈഗോയ്ക്കേറ്റ മുറിവായിട്ടാണ് തോന്നിയത്. രോഷാകുലരായ ആ പോലീസുകാർ ബെന്നിക്സിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ പോലീസ് സ്റ്റേഷൻ്റെ പ്രധാന വാതിലടച്ച് അവനെയും മർദ്ദിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കൂടെ വന്ന ബെന്നിക്സിൻ്റെ സുഹൃത്തുക്കൾ പോലീസിൻ്റെ ഈ ക്രൂരതയും അനീതിയും ചോദ്യം ചെയ്തപ്പോൾ അവരെയും മർദ്ദിച്ച് പോലീസ് സ്റ്റേഷന് പുറത്താക്കി. സാത്താംകുളം പോലീസ് സ്റ്റേഷൻ്റെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ 59-കാരനായ ജയരാജും 31-കാരനായ മകൻ ബെന്നിക്സും ആരാച്ചാർമാരെ പോലുള്ള ആ പോലീസുകാരുടെ തടവറയിലായിരുന്നു. അവരുടെ കൈകളിൽ അപ്പോൾ നിയമം മാത്രമല്ല, ആ അച്ഛൻ്റെയും മകൻ്റെയും ജീവനും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് മാത്രമായിരുന്നില്ല, കരുതിക്കൂട്ടി നടത്തിയ തുടർച്ചയായ ഒരു ആക്രമണമായിരുന്നു ഇത്. ഏകദേശം 7 മണിക്കൂറോളം ഇത് യാതൊരു ഇടവേളയുമില്ലാതെ തുടർന്നു. രാത്രി 11:30 സബ് ഇൻസ്പെക്ടർ രഘു ഗണേഷ് സ്റ്റേഷനിൽ എത്തിയതോടെ ഈ ക്രൂരതയുടെ തോത് വീണ്ടും വർദ്ധിച്ചു.
തങ്ങളോട് ദയ കാണിക്കണമെന്ന് പറയാൻ പോലും കഴിയാതെ ക്രമസമാധാനവും നിയമവും പാലിക്കേണ്ട പോലീസ് തന്നെ തങ്ങളോട് എന്തിനീ ക്രൂരത ചെയ്യുന്നുവെന്ന് മനസ്സിലാകാതെ ഇരുവരും പൂർണ്ണമായും നിസ്സഹായരായി. ശാരീരികമായി മാത്രമല്ല, മാനസികമായും അവരെ തകർക്കാൻ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശ്രീധർ ഇതെല്ലാം വെറുതെ നോക്കി നിൽക്കുക മാത്രമല്ല, ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജയരാജും ബെന്നിക്സും ലാത്തി കൊണ്ട് നിരന്തരം മർദ്ദിക്കപ്പെട്ടു. അവരുടെ നിലവിളി പുറത്ത് ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. തനിക്ക് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടെന്ന് ജയരാജ് തൻ്റെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി അവരോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ക്രൂരന്മാർക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. ആ രാത്രി ആ പോലീസ് സ്റ്റേഷനിൽ ക്രൂരരായ പോലീസുകാർ മാത്രമല്ല, 2 വനിതാ പോലീസുകാരുമുണ്ടായിരുന്നു. സ്റ്റേഷൻ ഓപ്പറേറ്റർ സെൽവകുമാരിയും ഹെഡ് കോൺസ്റ്റബിൾ രേവതിയും. അവർ ഇരുവരും നിശബ്ദരായിരുന്നു. എന്നാൽ അവരുടെ കണ്ണുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ നടക്കുന്നത് കേവലം മർദ്ദനം മാത്രമായിരുന്നില്ല, മറിച്ച് ഏതൊരു മനുഷ്യനെയും ഉള്ളിൽ തട്ടുന്ന തരത്തിലുള്ള ഒരു പൈശാചികതയായിരുന്നു അത്. ഓരോ നിലവിളിയും ഓരോ ശബ്ദവും ഓരോ വാക്കും അവരുടെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ ജയരാജൻ്റെ അടുത്തേക്ക് കുനിഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് അവർ കണ്ടു. നീ സാത്താൻകുളത്തെ വലിയ റൗഡിയാണല്ലോ, പോലീസിനെ തല്ലാൻ വന്നതാണല്ലോ, ഇനി തല്ലി കാണിക്ക്. അയാളുടെ ശബ്ദത്തിൽ ദേഷ്യം മാത്രമല്ല, അപമാനിക്കുന്നതിനുള്ള ഒരുതരം വക്രമായ സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ ശ്രീധർ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വരുന്നത്. ബെനിക്സിനെ കണ്ട ഉടനെ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഇവൻ പോലീസിനെ തള്ളിയിട്ടു, നിങ്ങൾ വെറുതെ നോക്കി നിൽക്കുകയാണോ? ഇയാൾ ഇത് പറഞ്ഞതോടെ മർദ്ദനത്തിൻ്റെ മറ്റൊരു ഘട്ടം കൂടി ആരംഭിച്ചു. രേവതിക്ക് ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് വേദനാജനകം മാത്രമല്ല, മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈ മർദ്ദനം വെറുതെയല്ല, മറിച്ച് വ്യക്തമായ ഒരു രീതിയിലാണ് നടക്കുന്നതെന്ന് അവൾക്ക് തോന്നി. കുറച്ചു നേരത്തേക്ക് നിലവിളികൾ കുറയുമ്പോൾ ഇൻസ്പെക്ടർ ശ്രീധർ സഹപ്രവർത്തകരായ പോലീസിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുപറ്റി മുരുകൻ, എന്തുപറ്റി ബാല, നിലവിളികൾ നിന്നതെന്താ എന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇൻസ്പെക്ടർ ശ്രീധറിനെ തൃപ്തിയാക്കാത്തതുകൊണ്ട് അയാൾ മർദ്ദനത്തിൻ്റെ രീതി മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അയാൾ പറഞ്ഞു, ഇനി പുതിയൊരു രീതിയിൽ ഒരു റൗണ്ട് കൂടി നോക്കാം. അവർ രണ്ടുപേരെയും മേശപ്പുറത്ത് കമഴ്ത്തിക്കിടത്തി അടിക്കുക. ജയരാജിനെയും ബെന്നിക്സിനെയും മർദ്ദിക്കുന്നത് അവർക്കൊരു വിനോദമായി മാറിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. തങ്ങളുടെ മർദ്ദനത്തിൽ അവർ വേദനയാൽ പുളഞ്ഞു നിലവിളിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദത്തിൻ്റെ ലഹരി അവരുടെ ശിലകളിൽ വല്ലാതെ പടർന്നിരുന്നു. എസ് ഐ രഘുഗണേശൻ്റെ പെരുമാറ്റം അത്ര തന്നെ മോശമായിരുന്നു. അയാൾ ആദ്യം അവരോട് ചോദിച്ചു, പോലീസ് നിങ്ങളെ തല്ലിയോ? അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ തന്നെ പറഞ്ഞു, യഥാർത്ഥ അടി ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതുവരെ നടന്നത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നുവെന്ന് ആ നിമിഷം വ്യക്തമായി. പിന്നീട് ഏറ്റവും ഭയാനകരമായ ആ നിമിഷം വന്നെത്തി. സ്വന്തം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ബെന്നിക്സിനെ കൊണ്ട് തന്നെ നിലത്ത് വീണ രക്തം അവൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടച്ചു മാറ്റാൻ നിർബന്ധിക്കുന്നത് സെൽവകുമാരി കണ്ടു. അതായത് മർദ്ദിക്കുക മാത്രമല്ല, അതോടൊപ്പം തെളിവ് നശിപ്പിക്കലും നടക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി അവർ കണ്ടത് കേവലം 2 വ്യക്തികൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നില്ല, മറിച്ച് മനുഷ്യത്വത്തിന് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു. ഇത് അവരുടെ മനസ്സിൽ എന്നേക്കുമായി മായാത്ത മുറിവായി അവശേഷിച്ചു. ജൂൺ 20 പുലർച്ചെ ഏകദേശം 3 മണിവരെ പോലീസുകാർ ജയരാജിനെയും ബെന്നിക്സിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. അവരുടെ ശരീരം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും അവരുടെ അവസ്ഥ വല്ലാതെ വഷളായിരുന്നു. സ്വന്തമായി നിൽക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ലാത്തി ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾ കാരണം മലാശയത്തിൽ നിന്നുള്ള രക്തസ്രാവം നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതിനാൽ രക്തം മറച്ചുവെക്കാൻ പോലീസുകാർ 1-2 അല്ല 6 തവണയാണ് ഇരുവരെ കൊണ്ടും ഇരുണ്ട നിറത്തിലുള്ള ലുങ്കി മാറ്റി ഉടിപ്പിച്ചത്. എന്നാൽ ഈ കേസിലെ വില്ലന്മാർ പോലീസുകാർ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി കഥ കൂടി കേൾക്കുക. ജൂൺ 20 രാവിലെ പോലീസ് ജയരാജിനെയും ബെന്നിക്സിനെയും സാത്താൻകുളം സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അത് ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഒരു ഔപചാരിക മെഡിക്കൽ ക്ലിയറൻസിന് വേണ്ടി മാത്രമായിരുന്നു. ഈ പോലീസുകാർ എത്രത്തോളം തന്ത്രശാലികളായിരുന്നു എന്നാൽ അതിനായി അവർ ഒരു സ്വകാര്യ വാഹനമാണ് വാടകയ്ക്കെടുത്തത്. സർക്കാർ വാഹനം ഉപയോഗിച്ചില്ല. കാരണം പിന്നീട് അന്വേഷണം നടന്നാൽ വാഹനത്തിൽ രക്തക്കറ കണ്ടെത്താതിരിക്കാനായിരുന്നു അത്. ഇനി ഇതിലെ ഒത്തുകളിയുടെ വ്യാപ്തി നോക്കുക. ഡോക്ടർ വെണ്ണില അവരെ പരിശോധിക്കുകയും അവരുടെ ദയനീയാവസ്ഥ കണ്ടിട്ടും അവരെ അഡ്മിറ്റ് ചെയ്യാനോ അടിയന്തര ചികിത്സ നൽകുവാനോ തയ്യാറാകാതെ അവർക്ക് നേരിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ചെയ്തത്.
അതായത് രക്തത്തിൽ കുളിച്ച് ശരീരം ഏകദേശം തളർന്ന അവസ്ഥയിലായിരുന്ന ആ അച്ഛനെയും മകനെയും ചികിത്സിക്കാതെ ആ ഡോക്ടർ പോലീസിനു വേണ്ടി ഔദ്യോഗികമായി അവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് വിധി എഴുതി. ഇതിനുശേഷം അവരെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡി ശരവണൻ്റെ മുന്നിൽ ഹാജരാക്കി. കാരണം നിയമപ്രകാരം പ്രതികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കേണ്ടതും പോലീസ് അവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും മജിസ്ട്രേറ്റിൻ്റെ കടമയാണ്. ഈ കേസിൽ കൃത്യമായും അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെയും നീതിയുടെ സിസ്റ്റം പരാജയപ്പെട്ടു. തുടർന്നുണ്ടായ ഒരു തീരുമാനം അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. കോവിഡ് പ്രോട്ടോക്കോളുകൾ ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റ് അവരെ അടുത്തേക്ക് വരാൻ പോലും അനുവദിച്ചില്ല. തൻ്റെ വീടിൻ്റെ 1-ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ, അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കേവലം കൈവീശി കാണിച്ച് ആ അച്ഛനെയും മകനെയും ജുഡീഷ്യൽ റിമാൻഡിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം പോലീസ് മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിച്ചു. ഇവരെ അടുത്തുള്ള ജയിലിൽ പാർപ്പിക്കുന്നതിന് പകരം അവിടെ നിന്ന് ഏകദേശം 80-100 കിലോമീറ്റർ അകലെയുള്ള കോവിൽപ്പെട്ടി സബ് ജയിലിലേക്ക് അയച്ചു. അവർക്ക് പെട്ടെന്നൊരു സഹായം ലഭിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അതോടൊപ്പം പോലീസ് ഒരു വ്യാജ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിൽ പറഞ്ഞിരുന്നത് ജൂൺ 19 രാത്രി ഏകദേശം 9:15 ഹെഡ് കോൺസ്റ്റബിൾ S മുരുകനും കോൺസ്റ്റബിൾ മുത്തുരയും ബെന്നിക്സിൻ്റെ കടയുള്ള പ്രദേശത്ത് പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നുവെന്നും ലോക്ക്ഡൗൺ കർഫ്യൂ ഉണ്ടായിരുന്നിട്ടും കട തുറന്നു വരുന്നുവെന്നും ജയരാജും മകൻ ബെന്നിക്സും മറ്റു ചിലരും കടയ്ക്ക് പുറത്ത് നിൽക്കുകയായിരുന്നുവെന്നുമാണ് FIRൽ അവകാശപ്പെട്ടിരുന്നത്. പോലീസ് അവരോട് അവിടെ നിന്നും മാറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൂടി നിന്നിരുന്നവരിൽ ബാക്കിയുള്ളവർ പോയി എന്നും, എന്നാൽ ജയരാജും ബെന്നിക്സും നിലത്തിരിക്കുകയും പോലീസിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും ഇതിനിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരുവരും സ്വയം നിലത്ത് വീഴുകയായിരുന്നുവെന്നും അതിനാലാണ് അവർക്ക് ആന്തരികമായി പരിക്കേറ്റതെന്നും FIRൽ പറയുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നതുമില്ല. കോവിൽപ്പെട്ടി സബ് ജയിലിനുള്ളിലും അവരുടെ നില വഷളായിക്കൊണ്ടിരുന്നു. എന്നിട്ടും അവർക്ക് ഉടനടി വൈദ്യസഹായം നൽകിയില്ല. 2 ദിവസത്തോളം ആ വേദനയിൽ തന്നെ അവർ കിടന്നു. ഓരോ നിമിഷവും അവരുടെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ജൂൺ 22 വൈകുന്നേരം നെഞ്ചിൽ അസഹനീയമായ വേദന അനുഭവപ്പെടുന്നതായി ബെന്നിക്സ് പരാതിപ്പെട്ടപ്പോൾ മാത്രമാണ് ജയിൽ അധികൃതർ ഇടപെട്ടത്. തുടർന്ന് അവനെ കോവിൽപ്പെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. കനത്ത ആന്തരിക രക്തസ്രാവവും മർദ്ദനമേറ്റ ആഘാതവും കാരണം അന്ന് രാത്രി 9 മണിയോടെ ബെന്നിക്സ് മരണത്തിന് കീഴടങ്ങി. അന്ന് രാത്രി 10:30 ആയപ്പോഴേക്കും ജയരാജിനെയും അതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരവും പൂർണ്ണമായും തളർന്നിരുന്നു. പിറ്റേ ദിവസം ജൂൺ 23 പുലർച്ചെ 4:30 ശ്വാസകോശത്തിലേറ്റ ക്ഷതങ്ങളും ശ്വാസതടസ്സവും കാരണം ചികിത്സയിലിരിക്കെ ജയരാജും അന്ത്യശ്വാസം വലിച്ചു. ഈ 2 മരണങ്ങളോടെ ആ കഥ അവസാനിക്കുകയല്ല ഉണ്ടായത്. മറിച്ച് ഇതിൻ്റെ ഉത്തരവാദികൾ സാത്താംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ നമ്മുടെ നീതിന്യായ സിസ്റ്റം ശരിക്കും നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുമോ അതോ പോലീസുകാർക്ക് വേണ്ടി സത്യം മറച്ചുവെക്കപ്പെടുമോ എന്ന ആശങ്കയും ജനങ്ങളിലുണ്ടായി. ജയരാജിൻ്റെയും ബെന്നിക്സിൻ്റെയും മരണവാർത്ത പരന്നതോടെ സാത്താംകുളം ടൗണിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവുകളിൽ ഇറങ്ങി. അടുത്ത ദിവസം ഇതിൻ്റെ പ്രത്യാഘാതം സംസ്ഥാനങ്ങളിലുടനീളം കണ്ടു. പലയിടങ്ങളിലും കടകളും വാണിജ്യ സ്ഥാപനങ്ങളും അടങ്ങിക്കിടന്നു. എന്നാൽ പോലീസ് നടപടിയുടെ കാര്യം വന്നപ്പോൾ അവിടെയും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി വെറും ഔപചാരികതകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. പോലീസ് ഒരിടത്തും അമിതമായ ബലപ്രയോഗമോ ക്രൂരതയോ അംഗീകരിച്ചില്ല. പകരം ജനരോഷം ശമിപ്പിക്കാനായി 2 സബ് ഇൻസ്പെക്ടർമാരായ ബാലകൃഷ്ണനെയും രഘു ഗണേഷിനെയും സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതേസമയം ഇൻസ്പെക്ടർ ശ്രീധരനെ വെറുമൊരു സംശയത്തിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ ലഘുവായ ഒരു നടപടിയിൽ എന്നതിലുപരി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റബിൾമാരായ മുരുകൻ, മുത്തുര എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൂത്തുക്കുടി പോലീസ് സൂപ്രണ്ട് കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ നടപടികളെല്ലാം വെറും പ്രഹസനം മാത്രമായിരുന്നു. ഈ സംഭവം രാജ്യത്തുടനീളം എത്തിക്കുന്നതിലും ഇതിലെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുന്നതിലും റേഡിയോ ജോക്കി സുചിത്ര പുറത്തിറക്കിയ വീഡിയോയ്ക്ക് വളരെ വലിയ പങ്കുണ്ടായിരുന്നു. ഈ കേസിൻ്റെ ക്രൂരത അവൾ കൃത്യവും വ്യക്തവുമായ വാക്കുകളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഈ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയും ക്രമേണ രാജ്യം മുഴുവൻ ഈ സംഭവത്തോട് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ജസ്റ്റിസ് ഫോർ ജയരാജ് ആൻഡ് ബെന്നിക്സ് എന്ന ഹാഷ്ടാഗുകൾ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആകാൻ തുടങ്ങി. രാഷ്ട്രീയക്കാർ, മനുഷ്യാവകാശ സംഘടനകൾ, സെലിബ്രിറ്റികൾ എന്നിവർ ഇതിനെതിരെ ശബ്ദമുയർത്തി.
ഇതൊരു പ്രാദേശിക കേസ് മാത്രമല്ലാതായി മാറുകയും ദേശീയ തലത്തിലുള്ള വലിയൊരു ജനരോക്ഷമായി ഇത് മാറുകയും ചെയ്തു. ഈ സമ്മർദ്ദവും ജനരോഷവും അധികാരികളെ ഉടനടി പ്രതികരിക്കാൻ നിർബന്ധിതരാക്കി. ഏതെങ്കിലും ഔദ്യോഗിക പരാതിക്ക് കാത്തു നിൽക്കാതെ തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. കൂടാതെ തൂത്തുക്കുടി പോലീസ് സൂപ്രണ്ടിനോട് ഉടനെ തന്നെ കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിടുകയും ചെയ്തു. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതിനർത്ഥം ഔദ്യോഗികമായ ഏതെങ്കിലും പരാതിയോ ഹർജിയോ വരുന്നതുവരെ കാത്തു നിൽക്കാതെ കോടതി തന്നെ ഈ സംഭവം സ്വയം ശ്രദ്ധിക്കുകയും ഇതിൽ നടപടിയെടുക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നതാണ്. ഈ സംഭവത്തെക്കുറിച്ച് മുഴുവനുമായും അന്വേഷിക്കണമെന്നും വെറും 2 ദിവസത്തിനുള്ളിൽ ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനു പുറമെ പോസ്റ്റ്മോർട്ടം 3 വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ചെയ്യണമെന്നും തെളിവുകൾ മറച്ചുവെക്കാനോ മാറ്റാനോ കഴിയാത്ത വിധം മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് നടത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഈ സംഭവത്തിൽ അപ്പോഴത്തെ ഭരണകക്ഷിയായിരുന്ന AMDMK സർക്കാർ ജയരാജൻ്റെയും ബെന്നിക്സിൻ്റെയും മരണം അസുഖം മൂലമാണെന്ന് വരുത്തി തീർത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. എന്നാൽ പൊതുജന സമ്മർദ്ദം വർദ്ധിക്കുകയും ആളുകൾ തെരുവിലിറങ്ങുകയും ചെയ്തപ്പോൾ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി പളനിസ്വാമി ഒത്തുതീർപ്പ് എന്ന നിലയിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചു. സർക്കാരിൻ്റെ ഈ നടപടിയോട് DMKയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രൂക്ഷമായി പ്രതികരിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഭരണകക്ഷി ഈ കേസ് CBIക്ക് വിടുന്നതിന് പകരം തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് CID വഴി അന്വേഷണം തുടർന്നു. എന്നാൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കഥയാകെ മാറിമറിഞ്ഞു. മെഡിക്കൽ ബോർഡ് ഇരുവരുടെയും ശരീരത്തിൽ കുറഞ്ഞത് 18 ആഴത്തിലുള്ള മുറിവുകൾ ഉള്ളതായി റിപ്പോർട്ടിൽ പരാമർശിച്ചു. അവരുടെ ശരീരത്തിൽ നീർക്കെട്ടും ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുക മാത്രമല്ല, പലയിടത്തും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ കീഴ്ഭാഗത്തെ തൊലി ഉരിഞ്ഞുപോയിരുന്നു. കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് തുടർച്ചയായി ശക്തമായി മർദ്ദിച്ചത് കൊണ്ടാണ് ഈ പരിക്കുകൾ ഉണ്ടായത്. അവ അസ്വാഭാവികമാണെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ലോക്കൽ പോലീസ് വഴിയുള്ള അന്വേഷണത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായപ്പോൾ ക്രൈംബ്രാഞ്ച് CIDയിൽ നിന്ന് കേസ് നേരിട്ട് CBIക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കൂടാതെ ക്രൈം സീൻ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനായി ഡൽഹിയിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നിന്നുള്ള സംഘത്തെ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. മാത്രമല്ല മജിസ്ട്രേറ്റിന് തടസ്സമില്ലാതെ ആവശ്യമായ രേഖകളും തെളിവുകളും ശേഖരിക്കാൻ കഴിയുന്നതിനായി റവന്യൂ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഹൈക്കോടതി തൂത്തുക്കുടി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതൊരു ചരിത്രപരമായ നടപടിയായിരുന്നു. കാരണം ഒരു ജില്ലാ ഭരണകൂടം നേരിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഇതാദ്യമായിരുന്നു. ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചപ്പോൾ തെളിവുകളുടെ രൂപത്തിൽ സത്യം പതിയെ പുറത്തു വരാൻ തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥർ നൂതന DNA പ്രൊഫൈലിംഗ് സിസ്റ്റം ഉപയോഗിച്ചു. ലോക്കപ്പിൻ്റെ ചുവരുകളിൽ നിന്നും സ്റ്റേഷൻ്റെ ശുചിമുറിയിൽ നിന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുറിയിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഇത് ജയരാജിൻ്റെയും ബെന്നക്സിൻ്റെയും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നവയായിരുന്നു. കൂടാതെ പോലീസുകാർ ഉപയോഗിച്ച മരത്തിൻ്റെ ലാത്തുകളും പിടിച്ചെടുത്ത് പരിശോധിച്ചു. ഇതിൽ നിന്ന് ലഭിച്ച രക്തസാമ്പിളുകളും ജയരാജുമായും ബെന്നിക്സുമായും സാമ്യമുള്ളതായിരുന്നു. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ CCTVയുടെ ഹാർഡ് ഡ്രൈവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഫോറൻസിക് ഡിജിറ്റൽ അനാലിസിസിൽ ഓരോ ദിവസത്തെയും റെക്കോർഡിങ്ങുകൾ തനിയെ ഡിലീറ്റ് ആകുന്ന തരത്തിൽ മനഃപൂർവ്വം സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ഇതിനർത്ഥം ആ രാത്രിയിലെ മുഴുവൻ ദൃശ്യങ്ങളും മായ്ച്ചു കളഞ്ഞു എന്നത് തന്നെയാണ്. മാത്രമല്ല സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരു പ്രാദേശിക ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷന്റെ തറയിലും ചുവരിലും ഉണ്ടായിരുന്ന രക്തം ക്ലീൻ ചെയ്യിപ്പിച്ചിരുന്നതായും കണ്ടെത്തി. CBI ആ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയും രേഖപ്പെടുത്തി. അയാളുടെ ഭാര്യയാണ് ആ മൊഴി പരിഭാഷപ്പെടുത്തിയത്. അങ്ങനെ ആ മുഴുവൻ കഥയും പുറത്തു വന്നു. 2020 ജൂലൈ 7-ന് CBI ഈ സംഭവത്തിൽ 2 പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ 10 പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരിൽ ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ, ഹെഡ് കോൺസ്റ്റബിൾമാർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ആ 10 പേരിൽ ഒരാളായ പ്രതി സബ് ഇൻസ്പെക്ടർ പോൾ ദുരെ അന്വേഷണത്തിനിടയിൽ വൈറസ് ബാധിച്ച് മരണപ്പെട്ടു. 2020 സെപ്റ്റംബർ 6-ന് CBI എല്ലാ പ്രതികൾക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ ഗൂഢാലോചന, കൊലപാതകം, അനധികൃത കസ്റ്റഡി, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്.
പ്രതികളുടെ ജാമ്യാപേക്ഷ ഓരോ തവണയും തള്ളപ്പെട്ടിരുന്ന 5 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം ഒടുവിൽ 2026 മാർച്ച് 23-ന് മധുര 1-ാം അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ഈ കേസിൽ ബാക്കിയുള്ള 9 പോലീസുകാരും കൊലപാതകം, അനധികൃത അറസ്റ്റ്, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കൃത്യങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. വിധി 2026 ഏപ്രിൽ 6-ലേക്ക് മാറ്റി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് ജഡ്ജി ജി മുത്തുകുമാർ ഈ കേസിലെ അന്തിമവും ചരിത്രപരവുമായ വിധി പുറപ്പെടുവിച്ചു. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗത്തെ ആവശ്യം തള്ളിക്കളഞ്ഞ കോടതി കുറ്റക്കാരായ 9 പോലീസുകാർക്കും വധശിക്ഷ വിധിച്ചു. തൻ്റെ വിധി പ്രസ്താവനയിൽ ജഡ്ജി മുത്തുകുമാർ ഈ സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിച്ചു. ഇത് അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പ്രതികാര ബുദ്ധിയോടെ നടത്തിയ അക്രമമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അധികാരമുള്ളിടത്ത് ഉത്തരവാദിത്തമുണ്ടെന്നും എന്നാൽ ഇവിടെ രക്ഷകർ തന്നെ ഭക്ഷകരായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷ നൽകേണ്ടവർ തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയ ഒരു കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. വധശിക്ഷയ്ക്കൊപ്പം ഓരോ പ്രതിക്കും 15 ലക്ഷം രൂപ കോടതി പിഴയും ചുമത്തി. അതായത് മൊത്തം 1,40 ലക്ഷം രൂപയുടെ പിഴ. ഈ പിഴത്തുക ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകും. ജയരാജിൻ്റെ ഭാര്യ സെൽവറാണിയും മകൾ പേഴ്സിയും ഈ വിധിയെ സ്വാഗതം ചെയ്തു. വിധി പ്രസ്താവിച്ച ശേഷം ജഡ്ജി തൻ്റെ പേനയുടെ നിബ്ബ് ഒടിച്ചു കളഞ്ഞു. ഇത് ഈ വിധി അന്തിമമാണതിൻ്റെ സൂചനയായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ മറ്റൊരു കാഴ്ച കൂടി പുറത്തു വന്നു. ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. കുറ്റക്കാരായ ഈ പോലീസുകാർ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ മുഖത്ത് പശ്ചാത്താപമോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം ചിലർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത്. വധശിക്ഷ ലഭിച്ചതിൻ്റെ യാതൊരു ഭാവവ്യത്യാസവും അവരിലുണ്ടായിരുന്നില്ല. അവരുടെ ഈ മനോഭാവം അതിശയിപ്പിക്കുന്നതായിരുന്നില്ല, മറിച്ച് ലജ്ജാകരമായിരുന്നു. ഒരു വശത്ത് എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബവും, മറുവശത്ത് മുഖത്ത് ഇപ്പോഴും ലേശം പോലും പശ്ചാത്താപമില്ലാത്ത ആ മനുഷ്യരും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ലെന്നും തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ ഒരുപക്ഷെ ഈ വിധി തിരുത്തി എഴുതപ്പെടുമെന്നും അവർക്ക് പൂർണ്ണ വിശ്വാസമുള്ളതുപോലെ തോന്നി. എന്നാൽ അവരുടെ ഈ പുഞ്ചിരി അവരുടെ ചിന്താഗതിയെ മാത്രമല്ല, നീതിയിലും നിയമത്തിനുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നു. കാരണം ഇത്ര വലിയ ശിക്ഷ കിട്ടിയിട്ടും ഒരാൾക്ക് ഭയം തോന്നുന്നില്ലെങ്കിൽ ചോദ്യമുയരുന്നത് കുറ്റവാളികൾക്ക് നേരെ മാത്രമല്ല, ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുഴുവനുമെതിരെയാണ്. ഈ അന്ധകാരത്തിനിടയിലും സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന ചില ശബ്ദങ്ങളുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന, ഭയപ്പെടുത്താമായിരുന്ന ശബ്ദങ്ങൾ. പക്ഷേ അവ ഇല്ലാതായില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം ഈ കേസ് കേവലം അനീതിയുടെ ഒരു കഥയായി മാറാതിരുന്നതും നീതിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി മാറിയതും. ഈ കേസിലാകെ തെളിവുകൾക്കും അന്വേഷണത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നോ അത്രത്തോളം തന്നെ പ്രാധാന്യം ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് ഉയർന്നു വന്ന ആ ശബ്ദങ്ങൾക്കുണ്ടായിരുന്നു. ഈ ശബ്ദങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ ശബ്ദം 2 വനിതാ പോലീസുകാരുടേതായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ രേവതിയുടെയും സ്റ്റേഷൻ റൈറ്റർ സെൽവകുമാരിയുടെയും. ജൂൺ 19 രാത്രി ജയരാജിനെയും ബെന്നിക്സിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ രേവതി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആ പൈശാചികത അവർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നു. സ്വന്തം സഹപ്രവർത്തകർ എങ്ങനെയാണ് അവരെ ഇടവേളകളില്ലാതെ മർദ്ദിക്കുന്നതെന്ന് അവർ കണ്ടു. ലാത്തികൾ എങ്ങനെയാണ് രക്തത്തിൽ കുതിർന്നതെന്നും മേശയിലും ചുവരുകളിലും എങ്ങനെയാണ് രക്തക്കറകൾ ഉണ്ടായതെന്നും അവർ കണ്ടു. ഇതെല്ലാം കാണുക മാത്രമല്ല, ആ രാത്രി ഒരു മനുഷ്യനെന്ന നിലയിൽ ജയരാജിന് അവൾ കുടിക്കാൻ വെള്ളം വരെ നൽകി. അർദ്ധരാത്രിയിൽ അവൾ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സ്റ്റേഷനുള്ളിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. കാരണം അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിശബ്ദമായിരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. പിന്നീട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഏറ്റവും വലിയ സമ്മർദ്ദം രേവതിക്ക് മേലായിരുന്നു. കുറ്റക്കാരായ അതേ പോലീസുകാർ പുറത്തുനിന്ന് അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അവരെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്രയധികം സമ്മർദ്ദമുണ്ടായിട്ടും രേവതി തൻ്റെ മൊഴിയിൽ ഒപ്പുവെച്ചു. സത്യം പറയാൻ അവൾ തീരുമാനിച്ചു. ഇതിൻ്റെ പേരിൽ തൻ്റെ ജോലി പോയേക്കാമെന്നും സ്വന്തം ജീവന് ഭീഷണി ഉണ്ടായേക്കാമെന്നും അവൾക്കറിയാമായിരുന്നു. ഭീഷണി യാഥാർത്ഥ്യമായിരുന്നതിനാൽ തന്നെ ഹൈക്കോടതി ഉടനെ തന്നെ അവർക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടു. അവർ പിന്മാറാൻ തയ്യാറായില്ല. 2022 കോടതിയിൽ വീണ്ടും അതേ സത്യം ആവർത്തിച്ച് മൊഴി നൽകി. ആ രാത്രിയിലെ ഓരോ കാര്യങ്ങളും സെൽവകുമാരിയും തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. ചുവരുകളിലും മേശകളിലും രക്തക്കറയുണ്ടായിരുന്ന കൃത്യമായ സ്ഥലം അവർ ഇരുവരും ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു. ഫോറൻസിക് ടീം ആ സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധന നടത്തിയപ്പോൾ അത് കൃത്യമായും
ജയരാജുമായും ബെന്നിക്സുമായും പൊരുത്തപ്പെട്ടു. താഴെ വീണാണ് പരിക്കേറ്റതെന്ന പോലീസിൻ്റെ കള്ളം പൊളിച്ചത് ഈ ഒരു ശാസ്ത്രീയ തെളിവാണ്. കോടതി അവരുടെ വാക്കുകൾ വെറുതെ വിശ്വസിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഈ കാര്യങ്ങൾ ഭൗതിക തെളിവുകളുമായി കൂട്ടിച്ചേർത്ത് പരിശോധിക്കുകയാണ് ചെയ്തത്. അവരുടെ മൊഴികൾ തികച്ചും സ്ഥിരതയുള്ളവയായിരുന്നു. അവ പരസ്പരം പൊരുത്തപ്പെടുന്നതും തെളിവുകളുമായി കൃത്യമായി യോജിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴികളാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. അവരുടെ മൊഴികളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കസ്റ്റഡി കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതിയും തങ്ങളുടെ നിരീക്ഷണത്തിൽ വ്യക്തമാക്കി. ഒടുവിൽ വിധി വന്നപ്പോൾ 9 പോലീസുകാർക്ക് ശിക്ഷ വിധിച്ചതിൻ്റെ അടിസ്ഥാനം ഫോറൻസിക് റിപ്പോർട്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ച ആ 2 സ്ത്രീകളുടെ ധീരത കൂടിയായിരുന്നു. എല്ലാവരും നിശബ്ദരായിരുന്നപ്പോൾ അവർ സംസാരിക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ നീതി സാധ്യമായതും. നിയമത്തിൻ്റെ പേരിൽ അതിക്രമങ്ങൾ നടക്കുമ്പോൾ, സുരക്ഷ നൽകേണ്ടവർ തന്നെ ജനങ്ങളിൽ ഭയമുണ്ടാക്കുമ്പോൾ അവിടെ അപകടത്തിലാകുന്നത് ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് ഒരു സമൂഹം മുഴുവനുമാണെന്ന് ഈ കേസ് കാണിച്ചു തരുന്നു. ജയരാജനും ബെന്നിക്സിനും സംഭവിച്ചത് ഒരു കുടുംബത്തിൻ്റെ മാത്രം വേദനയായിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം കേവലം ശിക്ഷ നൽകുന്നതിലൂടെ മാത്രം നീതി ലഭിക്കാത്തത്. ഇത്തരം അതിക്രമങ്ങൾ വീണ്ടും ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നീതി ലഭിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സംഭവബഹുലമായ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ, സൈനിങ് ഓഫ്.